श्रीवासादि गौरभक्तवृन्दा श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमोऽस्तुते तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हरे कृष्ण. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 2ാമത്തെ അധ്യായമാണ്. ഭഗവാൻ സാഖ്യയോഗത്തിലൂടെ ആത്മാവിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ അർജുനന് പറഞ്ഞു കൊടുത്തു. അർജുനൻ യുദ്ധം ചെയ്യുന്നതിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, കർമ്മം അനുസരിച്ച് നോക്കുമ്പോൾ അർജുനൻ യുദ്ധം ചെയ്യേണ്ടതാണ്. അർജുനൻ യുദ്ധം ചെയ്യുന്നത് നിർബന്ധമാണ്. അർജുനൻ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് അർജുനന് ദുഃഖമുണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ പാപം ഉണ്ടാകാൻ പോകുന്നത്, അർജുനന്റെ യശസ്സൊക്കെ ഇല്ലാതാകുന്നത് എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ഭഗവാന്റെ അഭിപ്രായം പറഞ്ഞു. തസ്മാ തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയം. അതുകൊണ്ട് എന്ത് വേണം? നീ ഇങ്ങനെ കരഞ്ഞിരിക്കാതെ എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യണം. അതാണ് നിനക്ക് യോജിച്ചിട്ടുള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ ആജ്ഞകൾ അനുസരിക്കുന്നതിന്റെ പ്രാധാന്യം ബുദ്ധിയോഗത്തിലൂടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ചുകൂടി കൂടുതൽ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രം, ഭഗവാൻ പരമപുരുഷനാണ് എന്ന് മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്കാണ് ഈ ബുദ്ധിയോഗം, പരമാത്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബുദ്ധിയോഗത്തിന്റെ പ്രത്യേകതകളൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർമ്മബന്ധം പ്രഹാസ്യസി. ഈ ബുദ്ധിയോഗത്തിൽ ആരാണോ പ്രവർത്തിക്കുന്നത്, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ആരാണോ പ്രവർത്തിക്കുന്നത്, അവരുടെ കർമ്മബന്ധമെല്ലാം ഇല്ലാതാകും. ബുദ്ധ്യായുക്തോയയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. 39ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായി. ആരെല്ലാമാണോ ഈ ബുദ്ധിയോഗത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത്, പരമാത്മാവിന്റെ നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത്, ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത്, അവർക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാകാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അതിനുശേഷം ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ ലളിതമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അല്ല, വളരെ ഈസിയാണ്. ഇതിന് വലിയ വലിയ കർമ്മ നിയമങ്ങളൊന്നുമില്ല. വേദങ്ങളിൽ പറയുന്ന അതുപോലെയുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാവുന്ന കർമ്മ നിയമങ്ങൾ, അല്ലെങ്കിൽ ദേവന്മാരെ ആരാധിക്കുമ്പോൾ അനുസരിക്കേണ്ട നിയമങ്ങൾ, അങ്ങനെ വലിയ കഠിനമായിട്ടുള്ള നിയമങ്ങളൊന്നും ഇതിനില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അല്ലെ, മാത്രമല്ല ഈ ഒരു ബുദ്ധിയോഗം, ഭഗവാന്റെ സേവനം കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, സ്വൽപമപ്യസ്യ ധർമ്മസ്യ, കുറച്ചെങ്കിലും ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അഭ്യസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. നമ്മുടെ വലിയ ഭയങ്ങൾ ഇല്ലാതാകും എന്നാണ് പറയുന്നത്. വലിയ ഉത്കണ്ഠ ഇല്ലാതാകും. അല്ലെ, നമ്മുടെ കൂടെ ഭഗവാനുണ്ട്, ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കും.
അതുകൊണ്ട് വലിയ ഭയമില്ലാതാകും എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേഹാവിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ. സ്നേഹാഭിക്രമനാശോസ്തി തുടങ്ങി വെച്ചത് കൊണ്ട് യാതൊരു ദോഷമില്ല. പ്രത്യവായോ ന വിദ്യതേ നമ്മൾ ചെയ്തതിന്റെ ഫലം ഒരിക്കലും നശിക്കുന്നുമില്ല. അല്ലെ? അപ്പൊ ഈ ബുദ്ധിയോഗത്തിന് വലിയ നല്ല ഒരുപാട് പ്രത്യേകതകൾ. മറ്റ് ഭൗതിക കാര്യങ്ങൾ അല്ലെങ്കിൽ ദേവന്മാരുടെ ആരാധന ഇതൊക്കെ തുടങ്ങി വെച്ച് പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിന് ദോഷമുണ്ട്. മാത്രമല്ല ദേവന്മാരിൽ നിന്ന് നേടുന്ന അനുഗ്രഹങ്ങൾ ആ ജന്മം കൊണ്ട് തന്നെ ഇല്ലാതാകും. ഈ ജന്മത്തിൽ നേടിയ വരം അടുത്ത ജന്മത്തിലേക്ക് പോകുന്നില്ല. അന്തവത്തു ഫലം തേഷാം തദ്ഭവതി അല്പമേധസ ദേവാൻ ദേവയജോയാൻ. ദേവന്മാരിൽ നിന്നും നമ്മൾ വലിയ വലിയ ഐശ്വര്യങ്ങൾ വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ നേടിയെന്ന് വിചാരിക്കാം. പക്ഷെ ആ ജന്മത്തോടുകൂടി അതെല്ലാം ഇല്ലാതാകും. അടുത്ത ജന്മത്തിൽ ആ വരം നിലനിൽക്കുന്നില്ല. അന്തവത്തു ഫലം തേഷ, അതാണ് ഭഗവാൻ പറയുന്നത്. അതിന് അവസാനമുണ്ട്. ഈ ജന്മത്തോടുകൂടി അത് അവസാനിക്കും. പക്ഷെ ഭഗവാനിൽ നിന്നും ഒരു വരം കിട്ടിക്കഴിഞ്ഞാൽ, ഭഗവാനിൽ നിന്നും ഒരു അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ അതൊരിക്കലും നശിച്ചു പോകുന്നില്ല. പ്രത്യവായോന വിദ്യതേ എന്നാണ്. അങ്ങനെയുള്ള വരമാണ്, അങ്ങനെയുള്ള അനുഗ്രഹമാണ് ഭഗവാൻ നൽകുന്നത്. ജന്മജന്മാന്തരങ്ങളായിട്ട് ഒരിക്കലും നശിക്കാതെ അവ്യയമായിട്ട് ആ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അത് ഉദ്യോഗത്തിന്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞു. സ്നേഹാവിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. ഇത് നമ്മുടെ യഥാർത്ഥ ധർമ്മമായതുകൊണ്ട് ഇതിൽ സ്വല്പമെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, കുറച്ചെങ്കിലും ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. അല്ലെ? അജാമിളന്റെ ഉദാഹരണം ശീലപ്രഭുവാദർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ കുറച്ചൊക്കെ ഭഗവാന്റെ ഭക്തി ചെയ്തു, പിന്നീട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, വഴിപിഴച്ചു പോയി, മറ്റുള്ള പാപകർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. മാംസാഹാരം, മദ്യപാനം, വ്യഭിചാരം, ഇങ്ങനെയുള്ള കൊള്ള, ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ട് ചെറുപ്പത്തിൽ ചെയ്ത ഭക്തി ആ ഭക്തിയുടെ ഫലം നശിച്ചു പോയില്ല എന്നാണ് പറയുന്നത്. അപിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ. വലിയ ദുരാചാരിയാണെങ്കിൽ പോലും ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഭക്തനായിട്ട് തന്നെ കണക്കാക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അജാമിളന്റെ ആ ഭക്തിയുടെ ഫലം പിന്നീട് ചെയ്ത പാപങ്ങൾ കൊണ്ട് നശിച്ചു പോയില്ല. അവസാന സമയത്ത് അദ്ദേഹത്തിന് ഭഗവാന്റെ നാമം വിളിക്കാനുള്ള അവസരം ഭഗവാൻ തന്നെ ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ അജാമിളന് മോക്ഷവും ലഭിച്ചു. അല്ലെ? അപ്പോൾ അത് ആ ഭക്തിയോഗത്തിന്റെ, കൃഷ്ണാബോധത്തിന്റെ, ഭഗവാന്റെ സേവനത്തിന്റെ മഹാത്മ്യമാണ് പറയുന്നത്. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. കുറച്ചെങ്കിലും ചെയ്താൽ, ഭഗവാന്റെ സേവനം കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ നേട്ടമുണ്ട്. ഭഗവാൻ ബാക്കിയൊക്കെ ചെയ്തോളും. അല്ലെ? ഭഗവാൻ ബാക്കി ഫുൾ മാർക്ക് കൊടുത്തു. ഭഗവാന്റെ പരീക്ഷയിൽ ഭഗവാന്റെ ഭക്തൻ തോൽക്കുമെന്ന് കണ്ടാൽ ഭഗവാൻ ബാക്കി മാർക്ക് കൊടുത്ത് ആ ഭക്തനെ വിജയിപ്പിക്കും. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും തോൽക്കുന്നില്ല എന്ന് ഭഗവാൻ പറയും. കാരണം എന്താണ്? ഭഗവാൻ തോൽക്കാൻ സമ്മതിക്കില്ല. ഭഗവാൻ അങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും, ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നത്. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. അതിനുശേഷം ഈ ഭക്തിയിൽ ഉറച്ച വ്യക്തികളെ കുറിച്ചും ഭക്തിയോഗത്തിനെ കുറിച്ച് അറിയാത്ത, അല്ലെങ്കിൽ ആ ഭക്തിയോഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തിയോഗത്തിൽ ഉറച്ച വ്യക്തികളെ ഭഗവാൻ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. 41-ാമത്തെ ശ്ലോകത്തിൽ വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. അവർക്ക് മനസ്സിലായി, അവര് വ്യവസായാത്മിക ബുദ്ധിയായി. എങ്ങനെയാണ് വ്യവസായാത്മിക ബുദ്ധിയായത്? ഭഗവാൻ വാസുദേവനാണ് എല്ലാം. വാസുദേവ സർവമിതി സമഹാത്മാ സുദുരിതം. ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് ഈ അറിവ് കിട്ടുന്നത്. അല്ലെ? പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരുപാട് ജന്മത്തിലെ പുണ്യം കൊണ്ടാണ്
ഒരു വ്യക്തിക്ക് ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കാൻ തോന്നുന്നത് എന്ന് 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ബഹൂനാം ജന്മനാമത്തെ, അല്ലെ, ഒരു വ്യക്തിയുടെ പാപങ്ങളൊക്കെ ഇല്ലാതാകുന്ന സമയത്താണ്, പൂർവജന്മങ്ങളിൽ പുണ്യങ്ങൾ കൊണ്ട് പാപങ്ങളൊക്കെ ഇല്ലാതാകുന്ന സമയത്താണ് ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാൻ സാധിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഭക്തിയിലേക്ക് വരുന്നത് സാധാരണമല്ല. അങ്ങനെ ആ ഭഗവാനിൽ ഉറച്ച മനസ്സുള്ള വ്യക്തിയെ ഭഗവാൻ എന്ത് വിളിക്കുന്നു? വ്യവസായാത്മിക ബുദ്ധി എന്ന് വിളിക്കുന്നു. അവർക്ക് എന്തില്ല? അവർക്ക് പിന്നീട് മറ്റുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഭഗവാനെ സന്തോഷിപ്പിക്കണം, ഭഗവാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാകണം, അല്ലെ? ഭഗവാനെ സന്തോഷിപ്പിക്കണം, ഭഗവാനെ നേടണം. അതാണ്, ഭഗവാനാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അവർക്ക് യാതൊരു സംശയമില്ല. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു സംശയമില്ല. ഭഗവാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യാം, ഭഗവാൻ ഇഷ്ടമല്ലെങ്കിൽ ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ, അല്ലെ? കുന്തി ദേവിയെ പോലെയുള്ള, ഭീഷ്മദേവനെ പോലെയുള്ള ഭക്തന്മാരൊക്കെ വ്യവസായാത്മിക ബുദ്ധികളാണ്. അവർ ഭഗവാനിൽ ഉറച്ച ബുദ്ധിയുള്ളവരാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, യുദ്ധം ചെയ്യുന്ന സമയത്ത് അർജുനൻ തോൽക്കുമെന്ന് വന്ന ഘട്ടത്തില് ഭീഷ്മദേവനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയമാണ്. അർജുനനും ഭീഷ്മരുമായിട്ടുള്ള വലിയ ഘോരമായിട്ടുള്ള യുദ്ധം. അർജുനൻ തോൽക്കുമെന്നുള്ള സമയത്ത് ഭഗവാൻ തന്നെ തേരിൽ നിന്ന് ഇറങ്ങി അവിടെ പോർക്കളത്തിൽ വീണ് കിടന്നിരുന്ന ഒരു രഥചക്രം എടുത്ത് ഭീഷ്മദേവനെ കൊല്ലാൻ വേണ്ടി പോയി, ഭീഷ്മദേവനെ വധിക്കാൻ വേണ്ടി പോയി. ഭഗവാൻ നേരത്തെ വാക്ക് പറഞ്ഞതാണ്, ഞാൻ ആയുധം എടുക്കുകയില്ല. തലേ ദിവസം ഭീഷ്മദേവൻ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭക്തന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഭീഷ്മദേവരുടെ വാക്ക് സത്യമാക്കാൻ വേണ്ടി ഭഗവാൻ ആയുധമല്ലെങ്കിലും രഥചക്രം എടുത്തു, അല്ലെ, യുദ്ധത്തിന് തയ്യാറായി അർജുനനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഭീഷ്മദേവന്റെ അവസ്ഥ എന്തായിരുന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭീഷ്മദേവൻ എന്താണ് വിചാരിച്ചത്? ഓ, ഭഗവാൻ എന്നെ വധിക്കാൻ വന്നിരിക്കുന്നു, ഇത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ്, അല്ലെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഭഗവാന്റെ കൈകൊണ്ട് എനിക്ക് മരിക്കാനുള്ള അവസരമുണ്ടായി എന്ന് പറഞ്ഞ് ഭീഷ്മദേവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഭഗവാന്റെ രൂപം ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. പക്ഷെ ഭഗവാൻ വധിച്ചില്ല, അർജുനൻ വന്ന് പിന്തിരിപ്പിച്ചു. അപ്പോൾ ഭീഷ്മദേവനും വ്യവസായാത്മിക ബുദ്ധിയാണ്. ഭീഷ്മദേവന് സ്വന്തം ജീവൻ രക്ഷിക്കാനല്ല ആഗ്രഹം, ഭഗവാന്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ, അല്ലെങ്കിൽ ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിക്കാനുള്ള ഒരു അവസരമുണ്ടായി, അത് വലിയ നേട്ടമാണ് എന്നാണ് ഭീഷ്മദേവൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവരൊക്കെ ഭഗവാനിൽ ഉറച്ച ബുദ്ധിയുള്ളവരാണ്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഭഗവാൻ അവർക്ക് നഷ്ടപ്പെടരുത് എന്നാണ് അവര് ചിന്തിക്കുന്നത്. കുന്തി ദേവി പ്രാർത്ഥിച്ചതുപോലെ വിപത്തുകളൊക്കെ വന്നോട്ടെ, ആപത്തുകളൊക്കെ വന്നോട്ടെ, അപ്പോഴൊക്കെ ആര് നമ്മുടെ കൂടെ ഉണ്ടാവും? ഭഗവാൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇനിയും ആപത്തുകൾ വന്നാൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, കാരണം ആ സമയത്ത് ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കാൻ കൂടെ ഉണ്ടാകും. എല്ലാ വിപത്തുകളിൽ നിന്നും ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്, അല്ലെ? വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച സമയത്തും, അഗ്നിക്കിരയാക്കി കൊല്ലാൻ ശ്രമിച്ച സമയത്തും, മഹാരഥന്മാർ വലിയ വലിയ അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്ത സമയത്തും, വനവാസത്തിൽ കാട്ടിൽ അലയുന്ന സമയത്തും, വനവാസത്തിൽ രാക്ഷസന്മാരുടെ പിടിയിൽ നിന്നും ഒക്കെ ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ആ സാന്നിധ്യം മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആപത്തുകൾ വരികയോ പോവുകയോ ചെയ്യുന്നത് വിഷയമേ അല്ല എന്നാണ് കുന്തി ദേവി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വ്യവസായാത്മിക ബുദ്ധിക്ക് ഉദാഹരണങ്ങളാണ്. ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഉദാഹരണങ്ങളാണ്. അതേപോലെ ധ്രുവ മഹാരാജാവ് 5 വയസ്സുള്ള സമയത്താണ് കാട്ടിലേക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, ഭഗവാനെ കാണുന്നതിന് വേണ്ടി തപസ് ചെയ്യാൻ പോയത്. ആ സമയത്ത് അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവന്മാർ ധ്രുവ മഹാരാജാവിനെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവേന്ദ്രൻ വന്ന് പറഞ്ഞു,
നിന്റെ കൊട്ടാരം കത്തിപ്പോയി, അച്ഛനും അമ്മയൊക്കെ തീയിൽ പെട്ടുപോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊന്നും ധ്രുവ മഹാരാജാവ് വീണില്ല, അല്ലേ? ധ്രുവ മഹാരാജാവ് ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്, അതാണ് എന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് ധ്രുവ മഹാരാജാവ് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദൃഢനിശ്ചയത്തോടു കൂടി ഭഗവാനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തന്മാരെയാണ് ഭഗവാൻ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ളത്. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. അവർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്ക്. മറ്റുള്ളവരെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാനിൽ ഉറച്ച മനസ്സ് ലഭിക്കാത്തവർ, ഭഗവാനാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കാത്തവർ, അവരെ കുറിച്ച് ഭഗവാൻ എന്താണ് പറയുന്നത്? ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായിന. അവർക്ക് ഭഗവാനാണ് പരമപുരുഷൻ എന്ന് മനസ്സിലായിട്ടില്ല. അവർ ഭാഗവതമൊക്കെ വായിക്കുന്നുണ്ടാവും, ഭാഗവതമൊക്കെ അവർ നിരന്തരം വായിക്കുന്നുണ്ടാവും. ഭാഗവതത്തിൽ ആദ്യാവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമപുരുഷനാണെന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ എന്നിട്ടും ഭാഗവതം വായിച്ചിട്ടും ഭാഗവത സപ്താഹത്തിലൊക്കെ സംസാരിച്ചിട്ട് പോലും അവർക്ക് ഭഗവാൻ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അത് വലിയ അത്ഭുതമാണ്, അല്ലെ? മായാശക്തി. ആ ഭാഗവതം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ജന്മാദ്യസ്യതോ അന്യാത് ഇതരദശാർത്ഥേഷു അഭിജ്ഞസ്വരാൻ തേനേ ബ്രഹ്മകൃത ആദികവയെ മുഹ്യന്തിയൻ സൂര്യ തേജോ വാരികൃതായ യഥാ വിനിമയോ യത്രുസർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തുപകം സത്യം പരം ധീമഹി. ആ പരമസത്യമായിട്ടുള്ള ഭഗവാൻ വാസുദേവനെ ഞാൻ പ്രണമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വ്യാസദേവൻ ആരംഭിക്കുന്നത്, ഭാഗവതം ആരംഭിക്കുന്നത്. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് എടുത്തു പറയുന്നു. ഏതേ ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ, സ്വയം ഭഗവാനാണ് എന്ന് എടുത്തു പറയുന്നു. മറ്റ് അവതാരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തു പറയും. ഇതെല്ലാം വായിച്ചിട്ടും, ഇതെല്ലാം വാസുദേവ പരാവേദ, വാസുദേവ പരാമഖ, വാസുദേവ പരാക്രിയ, വാസുദേവ പരജ്ഞാനം, വാസുദേവ പരാംഗതി എന്ന് ഭാഗവതത്തിൽ എടുത്തു പറഞ്ഞിട്ടും അവർക്ക് ഭഗവാൻ വാസുദേവനാണ് പരമപുരുഷൻ എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. വേദങ്ങളെല്ലാം പഠിച്ചിട്ടും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ, അവർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവാനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത് എന്നും ഭഗവാൻ പറയുന്നു. എന്താണ് തടസ്സം? ഇത്രയൊക്കെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും, ഭാഗവതവും ഭഗവത്ഗീതയും വായിച്ചിട്ടും എന്തുകൊണ്ട് അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും? ആ തടസ്സം എന്താണെന്നും ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. 42, 43 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ വേദവാദരഥാപാർത്ഥാൻ നാന്യതസ്ഥീതി വാദിന കാമാത്മാന സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദാ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി. അപ്പൊ എന്താണ് അവരുടെ തകരാറ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഈ 2 ശ്ലോകങ്ങളിൽ. അവരുടെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ട് അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? അവര് അക്ഷരാഭ്യാസമില്ലാത്തവരല്ല, അല്ലെങ്കിൽ അവർ വേദാധ്യയനം ചെയ്യാത്തവരല്ല, അവർ വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. എന്നിട്ടും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്തവരെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ ഈ 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ശ്ലോകം വായിക്കാം. 42, 43 ശ്ലോകങ്ങൾ. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ വേദവാദരഥാപാർത്ഥ നാന്യതസ്ഥീതി വാദിനഃ കാമാത്മാന സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദാം ക്രിയാ വിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു, വായിക്കട്ടെ. കവിത മുതൽ. ഹരേ കൃഷ്ണ പ്രഭു.
വായിച്ചോളാം മാതാജി. ദിവശക്തി മാതാജി വായിച്ചു. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിച്ഛിദഃ വേദവാദരതാ പാർത്ത ജ്ഞാനദസ്തീതിവാദിനഃ കാമാത്മനാ സർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷ ബഹുവലാം ഭോഗൈശ്വര്യഗതിം പ്രതി. വിവർത്തനം. സ്വർഗലോക പ്രാപ്തി, ധന്യമായ പുനർജന്മം, പ്രഭാവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലാപേക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാകുന്നു. ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്ന അവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്ന് വാദിക്കുന്നു. ഭാവാർത്ഥം. സാധാരണ മനുഷ്യർ സ്വതവേ വളരെ ബുദ്ധിമാന്മാരല്ല. അറിവില്ലായ്മ കാരണം വേദങ്ങളുടെ കർമ്മകാണ്ഡങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഫലേച്ഛപൂർവകങ്ങളായ കർമ്മങ്ങളാൽ അവർ എത്രയും ആസക്തരാകുന്നു. ഭൗതിക ഐശ്വര്യ സമൃദ്ധിയും സ്ത്രീകളും മദ്യവും വേണ്ടുവോളമുള്ള സ്വർഗത്തിലെ ഇന്ദ്രിയ സുഖം തികഞ്ഞ ജീവിതത്തെ കവിഞ്ഞ് ഒന്നും അവർക്കാഗ്രഹമില്ല. വേദോക്തങ്ങളായ യജ്ഞങ്ങളിൽ സ്വർഗലോകവാസമുദ്ദേശിച്ച് അനുഷ്ഠിക്കേണ്ടതായി പലതുണ്ട്. വിശേഷിച്ച് ജ്യോതിഷ്ഠവുമയ യജ്ഞങ്ങൾ. വാസ്തവത്തിൽ സ്വർഗേച്ഛുവായ ഏതൊരാളും ഇവ ചെയ്തിരിക്കണമെന്നത്രേ വിധി. അല്പബുദ്ധികൾ വൈദിക ജ്ഞാനത്തിന്റെ ഉദ്ദേശം തന്നെ ഈ സ്വർഗലോക പ്രാപ്തിയാണെന്ന് വിശ്വസിച്ചു പോരുന്നു. അനുഭവജ്ഞാനം കുറഞ്ഞ കൂട്ടർക്ക് കൃഷ്ണാവബോധത്തോടെ സുനിശ്ചിത കർമ്മത്തിൽ മനസ്സുറപ്പിക്കാൻ പ്രയാസം കൂടും. ഫലമെന്തെന്നറിയാതെ മൂഢന്മാർ വിഷവൃക്ഷത്തിന്റെ പൂക്കളാൽ ആകൃഷ്ടരാകുന്നത് പോലെ അജ്ഞാനികളായ മനുഷ്യർ സ്വർഗീയമായ ഐശ്വര്യത്താലും അവിടെയുള്ള സുഖഭോഗങ്ങളാലും ആകർഷിക്കപ്പെടുന്നു. ചാതുർമാസ്യ വ്രതമനുഷ്ഠിക്കുന്നവർ സോമം പാനം ചെയ്ത് അനശ്വരതയും അസന്തുഷ്ടിയും നേടാൻ അർഹരാകുമെന്ന് വേദങ്ങളിലെ കർമ്മകാണ്ഡ വിഭാഗത്തിൽ പറയുന്നു. അപാമ സോമം അമൃത അഭൂമ എന്നും അക്ഷയ്യാം ഹ വൈ ചതുർമാസ്യം യജ്ഞ സുഹൃതം ഭവതി എന്നും. ചിലർക്ക് ഭൂമിയിൽ വച്ച് തന്നെ ഇന്ദ്രിയ സുഖാസ്വാദനത്തിന് വേണ്ടുന്ന കരുത്താർജിക്കാൻ വേണ്ടി സോമരസം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയിൽ അവർക്ക് വിശ്വാസമില്ല. ആർഭാടമേറിയ വൈദിക യജ്ഞ ചടങ്ങുകളിൽ തന്നെ താല്പര്യമുണ്ട് താനും. പ്രായേണ ഭോഗേച്ഛുക്കളായ അവർക്ക് സ്വർഗീയ ജീവിത സുഖങ്ങളിൽ മാത്രമാണ് താല്പര്യം. അവിടെ സ്വർഗത്തിൽ നന്ദനവനമെന്നൊരു തോട്ടമുണ്ട്. അതിൽ സുന്ദരികളായ ദേവാംഗനകളുമായി സഹവസിക്കാനും ഇഷ്ടം പോലെ സോമരസം ആസ്വദിക്കാനും സാധിക്കുമെന്നും പറയപ്പെടുന്നു. തീർച്ചയായും ഇന്ദ്രിയ ബദ്ധമാണത്തരം ശാരീരിക ആനന്ദം. കേവലം ഭൗതികവും നശ്വരവുമായ സുഖത്തിൽ മുഴുകി ഐഹിക പ്രപഞ്ചത്തിനുടമകളുമായി നാൾ കഴിക്കുന്നവരാണ് അവിടെയുള്ളത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ വേദങ്ങളൊക്കെ പഠിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? സാധാരണ വ്യക്തികളല്ല, വേദങ്ങളൊക്കെ പഠിക്കുന്നവരാണ്. പക്ഷെ അവർ എന്തുദ്ദേശം കൊണ്ടാണ് വേദം പഠിക്കുന്നത്? എന്താഗ്രഹിച്ചുകൊണ്ടാണ് വേദം പഠിക്കുന്നത്? ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകണം. ഈ ഭൗതിക ലോകത്തിൽ തന്നെ ഇന്ദ്രിയ സുഖപൂർത്തി ഉണ്ടാകണം. ആ ഉദ്ദേശത്തോടു കൂടി വേദം പഠിക്കുന്ന സമയത്ത് അവർക്ക് വേദത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിത. കാരണം എന്താണ്? വേദത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ലോകത്ത് തന്നെ എങ്ങനെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം, എങ്ങനെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാം, എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്ന ഒരുപാട് യജ്ഞങ്ങള് വേദങ്ങളുടെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ തന്നെ ആകൃഷ്ടരായി പോകും. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളോടുകൂടി വേദം പഠിക്കുന്ന സമയത്ത് ഈ യജ്ഞങ്ങളിലും കർമ്മങ്ങളിലും വഴിപാടുകളിലും ഒക്കെ ആ വ്യക്തികൾ ആകൃഷ്ടരായി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതിന്റെ തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർക്ക് വേദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അവര് വിചാരിക്കുന്നത് ഈ വേദങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ആളുകൾക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്,
സ്വർഗത്തിൽ പോകാം. വേദങ്ങളിലുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേദങ്ങളിലുള്ള നിയമമൊക്കെ അനുസരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ വലിയ ഐശ്വര്യം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് അവര് വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ വേദവാദരതാ പാർത്ഥ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവര് വേദങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ വേദത്തിന്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞാലും അവരത് ഉൾക്കൊള്ളുകയുമില്ല. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, വേദവാദരതാ പാർത്ഥ നാന്യത് അസ്ഥീതിവാദിന. അതിനേക്കാൾ ഉപരിയായിട്ടൊന്നുമില്ല. വേദത്തിലെ കർമ്മകാണ്ഡത്തെക്കാൾ സ്വർഗപ്രാപ്തിയേക്കാൾ ഉപരിയായിട്ട് ഒന്നുമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഭഗവാൻ തന്നെ നേരിട്ട് ഇവിടെ വന്ന് പറയുന്നുണ്ട്, അല്പബുദ്ധികളാണ് സ്വർഗത്തെ കാക്ഷിച്ച് പോകുന്നത്. കാരണം എന്താണ്? കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പുണ്യം തീർന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വരേണ്ടി വരും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, ഭഗവാൻ തന്നെ പറയുന്നു. പക്ഷെ അതൊന്നും അവർ കണക്കാക്കുന്നില്ല. ഞങ്ങൾക്ക് വേദമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. ശങ്കരാചാര്യർ പോലും വന്ന് പറഞ്ഞു, ഏറ്റവും വലിയ ശാസ്ത്രം, ഏറ്റവും ഉന്നതമായിട്ടുള്ള ശാസ്ത്രം ഭഗവാൻ ദേവകീപുത്രൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം, ഭഗവാൻ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെ, യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്രിത, നേരിട്ട് ഭഗവാൻ വന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ള കൂട്ടര് അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അവർക്ക് അതിലൊന്നും വിശ്വാസമില്ല. അവര് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നടക്കുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. കാമാത്മാന സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദ. അവർക്ക് ഏറ്റവും ഉയർന്ന ലോകം ഏതാണ്? അവർക്ക് ഏറ്റവും ഉയർന്ന ലോകം സ്വർഗമാണ്. സ്വർഗപര, സ്വർഗമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്നാണ് അവര് വിചാരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എല്ലാ വേദനിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതും, മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നതും, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതും ഒക്കെ, ഈശ്വരവിശ്വാസം കൊണ്ട് നടക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അവസാനം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. കാമാത്മാനം, അവരുടെ കാമമാണ് ഇതിന്റെ കാരണം. ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയപൂർത്തിക്കുള്ള ആഗ്രഹം കൊണ്ടാണ് അവര് മതം അനുഷ്ഠിക്കുന്നത്, വേദങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. അല്ലാതെ അവര് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടല്ല. ഭഗവാനെ അറിയണമെന്നോ, ഭഗവാനെ തൃപ്തിപ്പെടുത്തണമെന്നോ, ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്നോ അവർക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ളവർ വേദം പഠിച്ചാലും വേദത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ വേദവാദരതാപാർത്ഥ നാണ്യതിസ്ഥിതിവാദിന എന്ന് പറഞ്ഞത്. കാമാത്മാന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദാം ക്രിയാ വിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിപ്രതി. അതിനുവേണ്ടി എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ അവർ തയ്യാറാണ്. വലിയ വലിയ നിയമങ്ങളൊക്കെ ഉണ്ടാവും. ആ വലിയ വലിയ നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി അനുസരിക്കാൻ അവര് തയ്യാറാണ് എന്നാണ്. ക്രിയാവിശേഷ ബഹുല ഭോഗൈശ്വര്യ ഗതിൻ പ്രതി. ഇതിന് ഒരു ഉദാഹരണമാണ് ഭാഗവതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലേ? വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ യജ്ഞങ്ങളും ചെയ്ത് നടക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, അല്ലെ? ആരായിരുന്നു? ഭാഗവതത്തിൽ പറയുന്നത് പ്രാചീന പരീക്ഷത്ത്. പ്രാചീന പരീക്ഷത്ത്, അല്ലെ? പ്രാചീന പരീക്ഷത്ത്, പ്രജേതസ്സുകളുടെയൊക്കെ അച്ഛൻ. അദ്ദേഹം വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ വേദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. വേദങ്ങളിലുള്ള എല്ലാ യജ്ഞങ്ങളും ഞാൻ ചെയ്യാം എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അതുകൊണ്ട് ലോകം മുഴുവൻ അദ്ദേഹം നടന്ന്, പല സ്ഥലത്തും നടന്ന്, പുണ്യസ്ഥലങ്ങളിലെല്ലാം നടന്ന് അദ്ദേഹം യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം നാരദ മഹർഷിയാണ് വന്ന് പ്രാചീന പരീക്ഷത്തിന് ഉപദേശം കൊടുക്കുന്നത്. പ്രാചീന പരീക്ഷത്ത് വിചാരിച്ചു, ഞാൻ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞമൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം ലഭിക്കും എന്നാണ് പ്രാചീന പരീക്ഷത്ത് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത് എന്താണ്? മരിച്ചു ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്ന ഒരുപാട് മൃഗങ്ങളാണ്. വേദങ്ങളിൽ അദ്ദേഹം അശ്വമേധവും അതേപോലെ പശുമേധവും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ മൃഗങ്ങളൊക്കെ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശരീരത്തെ കുത്തിക്കീറാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് നാരദ മഹർഷി കാണിച്ചു കൊടുത്തു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് ഭഗവാന്റെ സേവനമായിട്ട് ചെയ്തതല്ല, ഭക്തിയുടെ ഭാഗമായിട്ട് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തതല്ല, എന്റെ ഭോഗൈശ്വര്യങ്ങൾക്ക് വേണ്ടി, ഭോഗൈശ്വര്യ പ്രസക്താനാണ്, എന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഫലവും ആർക്ക് അനുഭവിക്കേണ്ടി വരും? അത് ചെയ്യുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം. യജ്ഞം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ചെയ്താലേ അതിൽ കൊല്ലപ്പെടുന്ന മൃഗങ്ങൾക്ക് ഉന്നതി ഉണ്ടാവുള്ളൂ. മന്ത്രങ്ങൾ എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ പിന്നെ ആ മൃഗങ്ങൾക്കും ഉന്നതി ഇല്ലാതെ അവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നാരദ മഹർഷിയുടെ ഉപദേശം കേട്ട സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്, വേദങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയാണ്, ഭഗവാന്റെ വിഷ്ണു പ്രീതി ചെയ്യുകയാണ്, ഭക്തിയോഗമാണ് ചെയ്യേണ്ടത്. അതാണ് വേദത്തിന്റെ ഉദ്ദേശം, അല്ലെ? വാസുദേവ ഭഗവാൻ വാസുദേവന്റെ ഭക്തി, വാസുദേവ ഭഗവതി ഭക്തിയോഗ പ്രയോജനം ജനയതി ആശുവൈരാഗ്യം ജ്ഞാനം ച യത് ആയുധം. നാരദ മഹർഷി പറഞ്ഞു, ഭഗവാൻ വാസുദേവന്റെ ഭക്തി ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പ്രാചീന പരീക്ഷത്ത് ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന് വേണ്ടിയിട്ടും ഭഗവാനെ കീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും പോയത്. പ്രജേതസ്സുകൾ വരാൻ കാത്തുനിന്നില്ല. പ്രജേതസ്സുകൾ വരുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ പോയിട്ടുണ്ട്, അവരോട് രാജ്യം ഭരിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാരെ ഏൽപ്പിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു യഥാർത്ഥ ഭക്തന്റെ സാമീപ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഭക്തന്റെ നിർദ്ദേശം കൊണ്ടാണ്, സാധു സംഘം കൊണ്ടാണ് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ വേദങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം, വേദപുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് മാത്രം നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ബ്രഹ്മസംഹിതയിൽ പറയുന്നു, വേദേഷു ദുർലഭം, വേദങ്ങളൊന്നും വായിച്ചാലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുർലഭം ആത്മഭക്തവും, ഭഗവാന്റെ ശുദ്ധഭക്തൻ വന്ന് തരുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ, ശീലപ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങളിലൂടെ, ശീലപ്രഭുപാദരുടെ പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. അതുർലഭം ആത്മഭക്തവും. അല്ലാതെ നമ്മൾ വേദങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾക്കൊന്നും മനസ്സിലാകില്ല. അപ്പോൾ ആ ശുദ്ധഭക്തന്മാരുടെ സംഘത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മറ്റ് വേദങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും, അല്ലെ? ആ യജ്ഞം ചെയ്യാം, ഈ വഴിപാട് ചെയ്യാം, അല്ലെങ്കിൽ ആ കർമ്മം ചെയ്താൽ നല്ലതാണ് എന്നൊക്കെയുള്ള തോന്നൽ നമ്മൾക്കുണ്ടാകും. അങ്ങനെ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം. കാരണം എന്താണ്? നമ്മൾക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ഭൗതിക ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. വേദങ്ങളിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാം, വേദങ്ങളിൽ പോലും ഇത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പിന്നെ അത് തന്നെയാണ് എന്റെ ധർമ്മം എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ വീണു പോകും. അതിന് വലിയ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ അപഹൃത ചേതസാം. നമ്മുടെ ആ യഥാർത്ഥ ബുദ്ധിയെ, ഭഗവാനിലേക്ക് അർപ്പിക്കേണ്ട ബുദ്ധിയെ ചിലപ്പോൾ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ അർപ്പിച്ചു പോവാൻ സാധ്യതയുണ്ട്. വ്യവസായാത്മിക ബുദ്ധി സമാധോ ന വിധീയത. ഭഗവാനെ അറിയുന്നതിന് പകരം ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ നമ്മുടെ ബുദ്ധി വീണുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ സമാധവും ഭഗവാനുമായിട്ടുള്ള സംയോഗം, ഭഗവാനോട് അടുക്കാൻ പിന്നെ സാധിക്കുന്നില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. ഭോഗേശ്വര്യ പ്രസക്താനാം തയ അപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധോ ന വിധീയതേ. ശ്ലോകം വിവർത്തനം പവർന്ന് വായിച്ചോളൂ. വായിച്ചോട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. വസന്തകുമാരി മാതജി വായിച്ചു.
ഹരേ കൃഷ്ണ. ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയതേ. ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളാൽ മോഹിതരായവർക്കും ഭക്തിപൂർവം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. ശീലപ്രഭാതർ കി ജയ്. ഭാവാർത്ഥം: സമാധി എന്നാൽ ഉറച്ച മനസ്സ് എന്നർത്ഥം. സമ്യക് ആധീയതേസ്മിൻ ആത്മതത്വയാഥാത്മ്യം. ആത്മജ്ഞാനാർജനത്തിൽ മനസ്സ് ഏകാഗ്രമാകുന്നതാണ് സമാധി എന്ന് നിരുക്തം പറയുന്നു. ഭൗതിക സുഖാനുഭൂതിയിൽ അത്യാസക്തരായവർക്ക്, ക്ഷണികങ്ങളായ ഇവയിൽ പരിഭ്രാന്തരായവർക്കും സമാധി സാധ്യമല്ല. ഭൗതിക ശക്തിയുടെ പ്രക്രിയ അവരെ അംഗീകരിക്കുന്നില്ല. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പറയുന്നത് മറ്റൊരു കൂട്ടരെ കുറിച്ചാണ്. ഇനി അഥവാ ഭഗവാനെ കുറിച്ച് അറിഞ്ഞാലും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ധർമ്മം എന്ന് മനസ്സിലാക്കിയാലും ഭൗതികമായിട്ട് വല്ലാതെ ആഗ്രഹങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്കും ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെ, ഭക്തിയിലേക്ക് വന്നു, സത്സംഗങ്ങളിലേക്കൊക്കെ വന്നു, അവർ ചിലപ്പോൾ വേറെന്തെങ്കിലും ആഗ്രഹിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാകും. അവർ വിചാരിച്ച കാര്യം നടക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളോടൊക്കെ കൂടി സത്സംഗത്തിൽ വരും. പക്ഷെ അതല്ല ഭക്തിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അതല്ല യഥാർത്ഥ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവർക്കും ഭക്തിയിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവരും ആ ഭക്തി ഉപേക്ഷിച്ച് വേറെ ചില മാർഗങ്ങളിലേക്കൊക്കെ പോകും. അവർക്കും ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം, പിന്നെ ഭഗവാൻ തന്നെ മതി എന്നുള്ള ഒരു ഉറച്ച ബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ഭോഗൈശ്വര്യ പ്രസക്താനാം തയ അപഹൃത ചേതസ വ്യവസായാത്മിക ബുദ്ധി സമാധോ ന വിധീയതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹം എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം നമ്മൾക്ക് ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകും. അതേപോലെ ഭക്തിയിൽ ലളിതമായിട്ട് സുഖമായിട്ട് മുന്നോട്ട് പോകാനും നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകുന്നു, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അത്രത്തോളം ഭക്തിയിൽ മുന്നോട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. സ്വാഭാവികമായിട്ടും അങ്ങനെ മാറും. അല്ലെ, മായയുടെ പ്രവർത്തനം അങ്ങനെയാണ്. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി എത്രത്തോളം പ്രവർത്തിക്കുന്നോ അത്രത്തോളം ഭക്തി ദുഷ്കരമായിട്ട് മാറും. ഭക്തിയിൽ നിൽക്കാൻ തന്നെ നമ്മൾക്ക് തോന്നില്ല. ഉള്ളിൽ നിന്ന് ഒരു താല്പര്യം വരില്ല. ഭക്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്, ഭഗവാന്റെ നാമം ജപിക്കുന്നതിന്, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന്, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ, ഭഗവാന്റെ സേവനം ചെയ്യുന്നതിന് ഉള്ളിൽ നിന്ന് താല്പര്യം ഉണ്ടാകണം. ആ ഉള്ളിൽ നിന്ന് താല്പര്യം തരുന്നത് ആരാണ്? പരമാത്മാവാണ്. അല്ല, ഭഗവാൻ തന്നെയാണ് നമ്മൾക്ക് ഉള്ളിൽ നിന്ന് നമ്മൾക്ക് ഉത്സാഹം തരുന്നത്. പക്ഷെ ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകിയവർക്ക് അങ്ങനെ ആ ഉത്സാഹം ഭഗവാൻ കൊടുക്കുന്നില്ല എന്നത്. അവരുടെ താല്പര്യം വേറെയാണ്. ഇന്ദ്രിയ വിഷയങ്ങളിൽ താല്പര്യമായതുകൊണ്ട് അവരെ ഭഗവാൻ ആ വഴിക്കാണ് വിടുന്നത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഭോഗൈശ്വര്യ പ്രസക്താനാം തയ അപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധവും ന വിധീയതേ. അവർക്കും ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വേദം എന്താണെന്നും വേദത്തിലെ വിഷയങ്ങൾ എന്താണെന്നും വേദത്തിന്റെ ഉദ്ദേശം എന്താണെന്നും പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പം ഈ ശ്ലോകം വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ 3 ശ്ലോകം വായിച്ചു. 42 മുതൽ 44 വരെ. യാമിമാം പുഷ്പിതാം വാചം പ്രപതന്തി അവിപസ്ഥിതഃ വേദവാദരതാപാർത്ഥ നാന്യതസ്ഥിതി വാദിനഃ കാമാത്മാന സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ പ്രതി ഭോഗൈശ്വര്യ പ്രസക്താനാം തയാ വൃതചേതസാം
വ്യവസായാത്മിക ബുദ്ധി സമാധവും ന വിധീയത. ഈ ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ?